ടിയാഗോ ട്രാവലർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ഒരു ഗ്രാമമായ ലേപാക്ഷിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പുലർച്ചെ ഏകദേശം 4 മണിയോടുകൂടി നമ്മൾ മജസ്റ്റിക്കിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. മജസ്റ്റിക്കിൽ നിന്നുമാണ് നമുക്ക് ലേപാക്ഷിയിലേക്ക് ബസ് ലഭിക്കുന്നത്. ഏകദേശം 4:45 നമ്മൾ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാവിലെ. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 125 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ലേപാക്ഷിയിൽ എത്തുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ രാവിലെ ആന്ധ്രാപ്രദേശിലെ ഹിന്ദുപൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഹിന്ദുപൂർ വഴിയാണ് ലേപാക്ഷിയിലേക്ക് പോകുന്നത്. രാവിലെ ഏകദേശം 9 മണിയോടുകൂടി നമ്മളിവിടെ എത്തിച്ചേർന്നു. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഹിന്ദുപൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ലേപാക്ഷിയിലേക്കുള്ള ബസ് ലഭിക്കുകയുണ്ടായി. എൻ്റെ കൂടെയുള്ള സുഹൃത്തിൻ്റെ സ്വദേശമാണ് ഹിന്ദുപൂർ. സ്വദേശത്തിലെത്തിയ സന്തോഷത്തിൽ അദ്ദേഹം രാവിലെ ഇട്ടിരുന്ന ജെർക്കിനൊക്കെ ഊരി മടക്കി വെക്കുകയാണ്. ഞാൻ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബസ്സിൻ്റെ ഒരു സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ ലേപാക്ഷിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുപൂരിൽ നിന്നും ലേപാക്ഷിയിലേക്ക് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഹിന്ദുപൂരിലേക്ക് ഏകദേശം ഒരാൾക്ക് 130 രൂപ ബസ് ചാർജ് ആകുന്നുണ്ട്. ഏകദേശം നല്ല സ്പീഡിൽ തന്നെ ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂറത്തെ യാത്രയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് നമ്മൾ ലേപാക്ഷിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ലേപാക്ഷി ടെമ്പിളിലേക്കുള്ള പ്രധാന കവാടമാണ്. ഇതിലൂടെ നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുവാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലേപാക്ഷിയിലെ വീരഭദ്രസ്വാമി ടെമ്പിളിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ലേപാക്ഷി എന്ന വാക്കിനർത്ഥം ഉണരൂ പക്ഷി എന്നാണ്. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ്റെ വെട്ടേറ്റ് ജടായു വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ചിറക് മുറിഞ്ഞ് വീണ ജടായുവിനെ കണ്ട് ശ്രീരാമൻ ലേ പക്ഷി എന്ന് പറഞ്ഞു. എഴുന്നേൽക്കൂ പക്ഷി എന്നാണ് ആ വാക്കിനർത്ഥം. വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് പണികഴിപ്പിച്ച ഈ ക്ഷേത്രമാണ് ലേപാക്ഷിയിലെ പ്രധാന ആകർഷണം. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന അച്യുതരായരുടെ നിർദ്ദേശപ്രകാരം വിരൂപണ്ണ നായക, വീരണ്ണ എന്നിവർ ചേർന്നാണ് 1530 AD ഈ ടെമ്പിള് നിർമ്മിച്ചത്. സഹോദരന്മാരായിരുന്ന വിരൂപണ്ണ നായക, വീരണ്ണ എന്നിവർ ഈ ടെമ്പിൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ്. വടക്കോട്ട് ദർശനമുള്ള ആന്ധ്രാപ്രദേശിലെ ചുരുക്കം ചില ടെമ്പിളുകളിൽ ഒന്നാണ് ലേപാക്ഷിയിലെ വീരഭദ്രസ്വാമി ക്ഷേത്രം. വിജയനഗര വാസ്തുവിദ്യ ശൈലിയുടെ നല്ലൊരു ഉദാഹരണമാണ് ഇവിടുത്തെ ഈ ക്ഷേത്രം.
ടെമ്പിൾ 3 ഭാഗങ്ങളായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 1 നാട്യമണ്ഡപ, 2 രംഗമണ്ഡപ, 3 കല്യാണമണ്ഡപ. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിലെ ഈ ഭാഗമാണ് നാട്യമണ്ഡപ എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ ഭാഗത്താണ് എത്തിച്ചേരുന്നത്. നമ്മുടെ കണ്ണുകളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അനേകം ശില്പകലകളാൽ സമ്പന്നമാണ് നാട്യമണ്ഡപം. രാമായണം, മഹാഭാരതം, വിജയനഗര സംസ്കാരങ്ങളിൽപ്പെട്ട ചിത്രങ്ങൾ എന്നിവ പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിൻ്റെ മച്ചിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ടു തീർക്കാൻ സാധിക്കാത്തത്ര രീതിയിലുള്ള ശില്പകലകളാൽ സമ്പന്നമാണ് നാട്യമണ്ഡപം. താൽക്കാലികമായി നാട്യമണ്ഡപത്തിലെ കാഴ്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണിപ്പോൾ.
അപ്പോൾ നമ്മൾ ലേവാക്ഷി ടെമ്പിളിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ ഈ ടെമ്പിളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, കിരൺ എന്നാണ് പേര്. അദ്ദേഹം നമുക്ക് വിവരിച്ചു തരും. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവരണത്തിലൂടെ നമുക്ക് കേൾക്കാം. ഇപ്പോൾ അദ്ദേഹം നമുക്ക് കൂടുതൽ ഇവിടുത്തെ വിവരണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കിരൺ സാർ, പ്ലീസ് സ്റ്റാർട്ട്. Okay. Hi viewers. Myself Kiran Kumar. I'm your friend, and he's requesting me to come here and about telling about and showing about these sculptures and everything. This is called Lepakshi Temple, and in India this is the 5th mysterious and greatest temple in the world. And when we come to that, here mainly we have to talking about the sculpture, and these are the traditional and way of the techniques, and moreover using at the 15th century of AD, where when the Achyutarayala timing periods, this belongs to the Rayala's dynasty, and this belongs to the Karnataka state. Whenever the emperor, now it was located in Andhra Pradesh, is called Anantapur district. Now we are presently calling this Satyasai district, and near to the Hindupur, 12 kilometers before that. And coming to the spine, and see, this is the monument. Their sculpture is very good manners, and this is the, you never see any kind of Hampi and another kind of temples also. You can find the, see, these are the sculptures using for that. When the waterfall come, the rain will come, the waterfalls is going to be biologically, and the sculpture is designed for this waterfall, like in mini waterfall purpose. See the sculpture and using this monument. Okay. I've seen this. These sculptures is telling you one like a story. It belongs to Shiva and Arjuna's war. Between a small romantic war, it has happened when the Pandavas was in some of the way on the land of forest, and this is the total story they narrated about in single state of scripture in the way of and the Roman Empire. It is called scripture story. And see, these are very talented people who have made these eventuals, and these pictures makes us very delighted stories to us. See this? This is the olden style of making the grains and which is powder they're making. So this is one story about that. These are the head and they're chopping into that mark, and these are the women are making some hilarious stories. It began about this one of the mother and a son. The olden days, how they treat a woman with the biological and the bonding of each other. This is the one kind of story also is narrated. In Lepakshi temple, this is a hanging pillar. In 16th century of AD, one British man is trying to put this pillar to move that side, and it becomes hanging them sideways. See, and underneath. See.
ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി നാഗലിംഗ ശില്പം സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ നാഗലിംഗ ശില്പം കുറച്ചു മണിക്കൂറുകൾ മാത്രം കൊണ്ട് നിർമ്മിച്ചതാണ്. Now you are seeing this is the finest monolithic statue in Lepakshi temple, and this is one of the monolithic statue in Lepakshi temple. This is called Nagalingam, and have you seen 7 heads of snake are taking apart Shivalingam, and this lingam is made within 10 to 12 hours in a day of 4 to 5 people has made this. In the history says this is the story has begun with only 4 to 5 people has made this Nagalingam statue in within 5 to 6 hours only. And this is only single statue is made by only one by rock and attached to this rock. Seeing just focusing on that one. Zoom it. I've seen the 2 holes, and the red thing with the red spears is totally a blade. Yes, this is the evidence, and this is the witness who the person who's built this temple. His name is Virupanna, and he is the governor of Achyutarayala, which the Vijayanagara dynasty, and he is one of the governor, and he built this temple. And on this purpose of this temple, some of the people who are enemies is making false statement about Virupanna, make the treasury amount with his own use. Like that, he got a statement, and when he took this false statement, he is totally bothered and make him his punishment by himself only. He plucked out his eyes and threw to this wall, and those wall the red smears, the blood has coming out, and this is the evidence who that in that reports are totally said that that is the real blood, and still now it was seen like that only. See, and this is the real blood, and in archaeological department നമ്മൾ ഈ പുറകെ കാണുന്ന ഭാഗമാണ് കല്യാണ മണ്ഡപം. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ലാസ്റ്റ് പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആ ഒരു കല്യാണ മണ്ഡപമാണ് നമ്മുടെ ഈ പുറകിലായിട്ട് ഇപ്പോൾ കാണുന്നത്.
ഈ ക്ഷേത്രത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഈ ഭാഗത്ത് നമുക്ക് സീതാദേവിയുടെ കാൽപാദം കാണുവാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾക്ക് വിരാമം വിട്ടുകൊണ്ട് നമ്മൾ പ്രധാന കവാടത്തിലൂടെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വിജയനഗര വാസ്തുവിദ്യയിലുള്ള ശില്പചിത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ക്ഷേത്രം എത്ര കണ്ടാലും നമുക്ക് മതി വരികയില്ല. ഈ ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ആകർഷണങ്ങളായ നന്ദി ശില്പവും ജഡായു പാർക്കും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. അടുത്ത പാർട്ടായിട്ട് നന്ദി ശില്പവും ജഡായു പാർക്കും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.